ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ CMA ഇന്റർ ജൂൺ 2025 എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആൾറെഡി എക്സാം എഴുതി ക്ലിയർ ആകാതെ ഒരു പ്രാവശ്യം കൂടെ എഴുതാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ആദ്യമായിട്ട് CMA ഇന്ററിന്റെ ലോ പേപ്പർ ജൂണിൽ എഴുതാൻ പോകുന്നവരുണ്ട്. നമ്മളുടെ ഈ ഒരു സീരീസിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MCQൽ ഇപ്പോഴത്തെ എക്സാമിനേഷൻ പാറ്റേൺ അനുസരിച്ച് 30 നമുക്ക് MCQൽ മേടിക്കുന്ന ഒരു ടാർഗറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു സീരീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് അതിന് തുടക്കം കുറിക്കുന്നു. അപ്പം നമ്മൾ എന്താണ് ഓരോ വർഷത്തെയും പാസ്റ്റ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് തുടങ്ങുന്നു. പിന്നെ നമുക്ക് കിട്ടുന്ന എല്ലാ രീതിയിലുള്ള MCQs എന്താണ് നമ്മൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു സീരീസ് നമ്മൾ തുടങ്ങുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ റീസെന്റ് എക്സാമിനേഷൻ ആയ ഡിസംബർ 2024 എക്സാമിനേഷൻ ആണ്. റിസൾട്ട് വന്നിട്ടുണ്ട്, വെറും 2 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. സോ ഇവിടെ നോക്കുക, ഡിസംബർ 2024 സിലബസ് 2022. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആണ് ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ പാറ്റേൺ ഇങ്ങനെയാണ്. പാറ്റേൺ ചേഞ്ച് ആകാൻ സാധ്യത കുറവാണ്, പക്ഷെ ഒരു പക്ഷേ ആയാലും MCQൽ എടുത്തു കളയാൻ സാധ്യതയില്ല. നമുക്ക് നോക്കാം. 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർ നോക്കുക, ഓരോ MCQനും 2 മാർക്കായിരിക്കും. 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അങ്ങനെ 30 മാർക്ക്. അപ്പോൾ നമുക്ക് 30 കിട്ടിയാൽ പിന്നെ ഒരു 10 മാർക്ക് നമ്മൾ ഡിസ്ക്രിപ്റ്റീവിൽ നോക്കിയാൽ മതി. ഓക്കെ ആണോ? യെസ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ takes in its fold various modes of settlement including dash, arbitration, conciliation, mediation. എത്രാമത്തെ ചാപ്റ്റർ ആണ്? നമുക്ക് 1ാമത്തെ ചാപ്റ്റർ ആണ്. അതായത് ഇൻട്രൊഡക്ഷൻ ടു ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ, സോഴ്സസ് ഓഫ് ലോ. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ്. ഒരു പ്രശ്ന പരിഹാര മാർഗമാണ് വ്യത്യസ്തമായ രീതിയിലുള്ളത്. അവിടെ എന്താണ്? ആർബിട്രേഷൻ, കൺസിലിയേഷൻ ആക്ട് നമുക്കുണ്ട് 1996. മീഡിയേഷൻ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന അവസാനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വായിച്ചതിൽ ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചാപ്റ്ററിൽ ഉറപ്പായിട്ട് തന്നെ ഇതാണ്. പോയിന്റ് നമ്പർ C ആണ്, ലോക്ക് അദാലത്സ് നമ്മൾ പറയും. ഈ ലോക്ക് അദാലത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കോടതിയിൽ പെൻഡിങ് ഉള്ള കേസ് അല്ലെങ്കിൽ പ്രീ ലിറ്റിഗേഷൻ സ്റ്റേജിലുള്ള കേസസ് ഒക്കെ നമ്മൾ എന്താണ് ഒരു കോംപ്രമൈസിൽ എത്തുന്ന ഒരു പീപ്പിൾസ് കോർട്ട് നമ്മൾ പറയും. അപ്പോൾ ഇതിന് വേറൊരു പേരും കൂടെയുണ്ട്, പീപ്പിൾസ് കോർട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നോട്ട് ചെയ്ത് വെക്കാറ്. ഇനി അടുത്ത ഓപ്ഷനിൽ എന്താണ് ആ ഒരു രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 മാർക്ക് കിട്ടി, ലോക്ക് അദാലത്സ്. രണ്ടാമത്, under which of the following cases a contract may not be discharged by operation of law. അപ്പോൾ ചാപ്റ്റർ ഏതാണ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ്. അപ്പോൾ ഒരു MCQ വരുമ്പോൾ തന്നെ അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഇവിടെ ഒരു പ്രശ്നം വരില്ല. കാരണം എല്ലാ ക്വസ്റ്റ്യൻസിലും എന്താണ് ആ ഒരു ചാപ്റ്ററിന്റെ ഒരു എന്തെങ്കിലും ഒരു ഹിന്റ് എന്താണ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതൊരു എക്സാക്ട് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പറയുന്നത് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് എന്താണ് സ്പെസിഫിക്കലി പറയാൻ പറ്റാതെ. ഇപ്പൊ നമുക്ക് അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും 1ാമത്തെ ചാപ്റ്റർ തന്നെയാണ്, സോഴ്സ് ഓഫ് ലോയും എന്താണ് 1ാമത്തെ ചാപ്റ്റർ തന്നെയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോവിങ് കേസസ് എ കോൺട്രാക്ട് മെ നോട്ട് ബി. അപ്പോൾ ഈ ഒരു CMA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ which is not correct, which is correct, which may not be. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാതെ പോകരുത്, may not be ആണ്. സോ ക്വസ്റ്റ്യൻ വിൽ ബി നെഗറ്റീവ് ആണ്. ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റ്. നമുക്കറിയാം ഡിസ്ചാർജ് എങ്ങനെയൊക്കെയുണ്ട്, പെർഫോമൻസ് ഉണ്ട്, ആക്ച്വൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് നമുക്കുണ്ട്, ഇമ്പോസിബിലിറ്റി ഉണ്ട്, ബ്രീച്ച് ഉണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. എന്താണ് ഓപ്പറേഷൻ ഓഫ് ലോ? ഡെത്ത് വരും, മെർജർ വരും, ഇൻസോൾവൻസി വരും, അതിൻ്റെ അകത്ത് വെയ്വർ. ഈ വെയ്വർ എവിടെയാണ് വരുന്നത്? നോവേഷൻ, ആൾട്ടറേഷൻ, റെസിഷൻ, റെമിഷൻ, വെയ്വർ. വെയ്വർ എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒരിക്കലും നിയമം പറയുന്നത്, നിയമം ഉപേക്ഷിക്കുന്നതല്ല. ആരുപേക്ഷിക്കണം? ദ പാർട്ടീസ്. അതായത് ഈ കോൺട്രാക്റ്റിലെ പാർട്ടീസ് എന്താണ് തങ്ങൾക്ക് വേണ്ട എന്ന് പറയണം. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് വെയ്വർ. അപ്പോൾ ഈ 3 കാര്യങ്ങളും എന്താണ്? No one is fixing. It is automatic procedure ആണ്. അപ്പോൾ by the operation of law or by the circumstances. പക്ഷെ ഇത് മാത്രം എന്താണ്? സോറി, ഈ എയും ബിയും സെയിം. അപ്പോൾ ആൻസർ വെയ്വർ ആണ്. കാരണം ഇത് എവിടെയാണ് വരുന്നത്? മ്യൂച്വൽ എഗ്രിമെന്റിൽ. അപ്പോൾ അടുത്ത ഒരു പ്രാവശ്യം വരാനുള്ള ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
നോവേഷൻ, ആൾട്ടറേഷൻ, റെസിഷൻ, റെമിഷൻ, വെയ്വർ എന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കളഞ്ഞിട്ട് വിച്ച് ഈസ് നോട്ട് ഫോളോവിങ് ഈ കാറ്റഗറീസ് ഗ്രൂപ്പിൽ വരാത്ത ഏതാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചാൽ അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വരുമ്പോണ്ടല്ലോ അതിന് അടുത്ത പ്രാവശ്യം ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഇൻ ഓർഡർ ടു പുഷ്, അപ്പോൾ നമുക്ക് 2 മാർക്ക് ഇവിടെ കിട്ടിയ 4 മാർക്ക് കിട്ടി. ഓക്കെ സാർ, ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ വരുമോ? നമ്മളെല്ലാം എന്താണ് പഠിക്കുന്ന തന്നെ വരുമെന്ന് എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഓർഡർ ടു പുഷ് അപ്പ് ദ സെയിൽസ് ജനറൽ ദർ ഈസ് എ പ്രാക്ടീസ് ഓഫ് സെൻഡിങ് ഗൂഡ്സ് ടു ദ കസ്റ്റമർ വിത്ത് എ ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് he has option to approve or to return the goods within a given period. This type of sale is known as. എന്താണ് ഇത്? സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന എക്സാമ്പിളാണ് നമുക്ക് ആമസോണും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടും നൽകുന്ന ഒരു റിപ്ലേസ്മെന്റ് ടൈം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് തിരിച്ചു കൊടുക്കാം. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നോർമലി എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഒരു പ്രാവശ്യം മേടിച്ച് കഴിഞ്ഞാൽ ഞാനത് യൂസ് ചെയ്തല്ലേ പറ്റൂ, ഒരിക്കലും എനിക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എന്താണ് എപ്പോഴും ബിസിനസ് സക്സസ് ആക്കാൻ വേണ്ടി ചില പ്രൊഡക്റ്റിന് കൊടുക്കില്ല, എന്നാലും മെജോറിറ്റി പ്രൊഡക്ട്സിന് എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലുണ്ട്, നിങ്ങൾക്ക് ഇട്ട് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് സാമ്പിൾ ഗൂഡ്സ്, ഫ്രീ ട്രയൽ ഗൂഡ്സ്, ഗിഫ്റ്റ് ഗൂഡ്സ്. ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ഇതെല്ലാം ഗൂഡ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏത് ചാപ്റ്റർ ആയിരിക്കും? സെയിൽ ഓഫ് ഗൂഡ്സ് ആക്ട് സോഗ 1930 ആയിരിക്കും അല്ലേ? നിങ്ങൾ ഇതിൻ്റെ അകത്ത് കേട്ടിട്ടുള്ളത് ഏത് മാത്രമാണ്? നിങ്ങൾ കേട്ടിട്ടുള്ളത് നോക്കുക. ആദ്യമേ എന്താണ്, അയ്യോ ഈ ഫ്രീ ട്രയൽ നമ്മൾ കേട്ടിട്ടില്ലോ, സാറ് പറയാൻ മറന്നു പോയതാണോ? നോ, ആദ്യമേ നമ്മളെ തന്നെ വിശ്വസിക്കണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ നമ്മൾ പഠിക്കാത്തത് ഏതാ? സാമ്പിൾ ഗൂഡ്സ്, സാമ്പിൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാമ്പിൾ ഗൂഡ്സ് എന്നൊരു വാക്ക് എന്താണ് നമുക്ക് അങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടില്ല. ഫ്രീ ട്രയൽ ഗൂഡ്സ് എന്നൊരു വാക്ക് അവിടെ വന്നിട്ടില്ല. ഗിഫ്റ്റ് ഗൂഡ്സ് എന്ന് പറഞ്ഞ സമയം ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, ഗുഡ്സ് വന്നിട്ടുണ്ട്, ഒരുമിച്ച് വരുന്ന സിനാരിയോസ് ഇല്ല. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗൂഡ്സ് സെൻറ്റ് ഓൺ അപ്രൂവൽ ഓർ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. അപ്രൂവൽ, സെയിൽ ഓർ റിട്ടേൺ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കീപ് ഇറ്റ് വിത്ത് യു, അതർവൈസ് യു ക്യാൻ റിട്ടേൺ ഇറ്റ്. ദാറ്റ് ഈസ് ആൻ ഓപ്ഷൻ ഗിവൻ ടു ദ ബയർ ബൈ ദ സെല്ലർ. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് ഏതാ? സോ ദിസ് വിൽ ബി ദ ആൻസർ. യു വിൽ ഗെറ്റ് 2 മാർക്സ്. മലയാളത്തിൽ മനസ്സിലാക്കുക, നമ്മൾ ഞാൻ പഠിച്ചതാണെന്ന് ഉറപ്പ് വരുത്തുക. ക്ലിയർ? യെസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ചാപ്റ്റർ. അപ്പോൾ ഏതാണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. ഓക്കെ, ഇൻ കേസ് ഓഫ് ദ ബാക്ക് ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് ഫുൾ ഓഫ് എൻഡോസ്മെന്റ്. അപ്പോൾ ഇതിനെ കുറിച്ചാണ്, എൻഡോസ്മെന്റിനെ കുറിച്ചാണ്. നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്? ഇൻസ്ട്രുമെന്റ് ബാക്ക് സൈഡിലാണ് ചെയ്യുന്നത്. എ സ്ലിപ്പ് ഓഫ് പേപ്പർ മേ ബി അറ്റാച്ച്ഡ് ടു ദ ഇൻസ്ട്രുമെന്റ് ഫോർ സൈനിങ് എൻഡോസ്മെന്റ്. അതായത് ഇപ്പം നമ്മളൊരു ഡോക്യുമെന്റ് എഴുതുമ്പോൾ ഇത് ഡോക്യുമെന്റിന്റെ ഫ്രണ്ട് സൈഡ് ആണെങ്കിൽ ഇത് ഡോക്യുമെന്റിന് എൻഡോസ് ചെയ്യാൻ ഈ ഒരു സ്ഥലം ഇട്ടിട്ടുണ്ടെന്ന് വെച്ചോ, എൻഡോസ്മെന്റ്. എത്ര പ്രാവശ്യം എൻഡോസ് ചെയ്യാം? ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി നമുക്ക് എൻഡോസ് ചെയ്യാം. ഇത് എൻഡോസ് ചെയ്ത് തീർന്നു എന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ വന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പീസ് ഓഫ് പേപ്പർ അറ്റാച്ച് ചെയ്യും. അതിൻ്റെ പേരെന്താ? ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാവുന്നത്, നിങ്ങൾ പഠിച്ചത് ഏതാ? ഈ ഒരു കോൺസെപ്റ്റുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. എസ്ക്രോ, അത് നമ്മുടെ എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ കേട്ടിട്ടുണ്ടോ? അതാണ് ഓർത്തോ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റൽ ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല. ചെറിയ രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടാവും. സിക്രി ചിട്ട്, പെറ്റ്, ഇതൊക്കെ എന്താണ് നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെയല്ല. നമ്മൾ പഠിച്ചത് ഏതായിരിക്കും? അലൗഞ്ച് ആയിരിക്കും അല്ലേ? അലൗഞ്ച് അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ എൻഡോസ്മെന്റ് കഴിയുമ്പോൾ നമ്മളൊരു പാർച്ച്മെന്റ്, ഒരു പേപ്പർ എന്താണ് അതിലൂടെ പിന്ന് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റമിന്റെ പേരാണ് അലൗഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 8 മാർക്ക് കിട്ടി. അപ്പോൾ നമ്മൾ MCQയിൽ എന്താണ് നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊന്നും ഒരു രീതിയിലുള്ള ടെൻഷൻസും ഉണ്ടാകില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ക്വസ്റ്റൻ ആയോ? ഓക്കെ, എല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. നെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇത് നമുക്ക് ഫോം അറിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഉപകാരമാവുകയുള്ളൂ. An individual shall be given his consent to become a designated partner. We know very well, as per section 7, designated partner must be an individual and he must give a written consent to act as a designated partner. Here form number, it is directly I am going to tell the form number 9. Okay, clear? Yes. Next, അപ്പോൾ ഈ ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ LLP, റൈറ്റ്? LLP. അപ്പോൾ നോക്കി ഏതൊക്കെ ചാപ്റ്ററിലായി നോക്കിക്കേ. ഫസ്റ്റ് ചാപ്റ്റർ ആയി, കോൺട്രാക്റ്റ് ആയി, സെയിൽ ആയി, നെഗോഷ്യബിൾ ആയി, LLP ആയി. ഇനി അക്കോർഡിംഗ് ടു സെക്ഷൻ 67 ഓഫ് ഫാക്ടറീസ് ആക്ട് 1948,
So Factories Act 1914. A child who has completed dash shall be required allowed to work in any factory. നേരെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിങ്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ എന്താണ് ഒരു ആൻസർ നമ്മൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്തൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സെക്ഷൻ 67 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ചൈൽഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി എംപ്ലോയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര ഏജ് കംപ്ലീറ്റ് ആയിരിക്കണം? നമുക്കറിയാം, നമുക്കറിയില്ല, നമ്മൾ 6 തൊട്ട് 14 വയസ്സുള്ളവർക്ക് എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഒബിയസ്ലി എത്ര ഇയർ കംപ്ലീറ്റ് ആക്കണം? 14th ഇയർ കംപ്ലീറ്റ് ആക്കണം. ഹു ഹാസ് കംപ്ലീറ്റ് 14th ഇയർ. ഓക്കെ, ക്ലിയർ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വെച്ചാൽ നമ്മൾ സ്പെസിഫിക്കലി നമ്മളതിനെ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ കൺഫ്യൂഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. PF നിന്ന് എന്തിനൊക്കെ ആവശ്യങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും? വീട് പണിയാൻ, പിന്നെ എഡ്യൂക്കേഷന് വേണ്ടി, പിന്നെ എന്താണ് നമ്മൾ റിട്ടയർമെൻറ്റിനേക്കാളും എന്താണ് 1 ഇയർ ബിഫോർ നമുക്ക് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ കേസസിൽ എഡ്യൂക്കേഷൻ ലോൺ, അങ്ങനെ ലോണൊക്കെ റീപേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടും. ഇതിനെല്ലാം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ എന്താണ് സ്പെസിഫിക് ആയിട്ട് അത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളത് വായിക്കണം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, മാരേജസ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ചൈൽഡ് മാരേജ് അങ്ങനെ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുകയൊന്നും വേണ്ട. അപ്പോൾ ചൈൽഡ് മാരേജിന് കിട്ടത്തില്ലല്ലോ. ആൻസർ കറക്റ്റാണ്, ഓപ്ഷൻ നമ്പർ ബി തന്നെയാണ്. പക്ഷേ അത് ഒരിക്കലും ചൈൽഡ് മാരേജ് എന്നല്ല. ഇപ്പം ഞാനാണ് PF എടുത്തെങ്കിൽ എൻ്റെ മക്കളുടെ എന്താണ് കല്യാണത്തിന് വേണ്ടി അത് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺസെപ്റ്റാണ്. ഒരിക്കലും എന്താണ് അതിന് നമുക്ക് അലൗഡ് ആയിരിക്കില്ല. ഓക്കെ, സോ വിഡ്രോവൽ ഫ്രം ദ പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് നോട്ട് അലൗഡ് ഫോർ. ബാക്കി എല്ലാ കാര്യത്തിനും എന്താണ് അലൗഡ് ആണ്. ഇപ്പോൾ നാളെ ഇതിപ്പോൾ ഒരു നെഗറ്റീവ് ആൻസർ വന്നല്ലേ, അപ്പോൾ വിച്ച് ഈസ് നോട്ട് ആണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്താണ് ഈ പെർട്ടിക്കുലർ ഏതൊക്കെ അലൗഡ് ആണ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കാം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ അടുത്ത പ്രാവശ്യത്തിന് വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ എന്താണ് നമ്മൾ കണ്ടെത്തി വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഏതാണ്? പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നൊരു ചാപ്റ്റർ. ഇത് ഫാക്ടറീസ് ആക്ട് എന്നൊരു ചാപ്റ്റർ. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ റിഗാർഡ് ടു ദ ഷെയർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഏത് ചാപ്റ്ററിലേക്ക് വന്നു? കോർപ്പറേറ്റ് ലോ, കമ്പനീസ് ആക്ട് 2013 വന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ നോട്ട്, യെസ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് കറക്റ്റ് ഇൻ റിഗാർഡ് ടു ദ ഷെയർ സർട്ടിഫിക്കറ്റ്. നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുമ്പം ഈ താഴെ പറഞ്ഞ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലാത്തത്? ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. The company secretary shall issue the share certificate. The share certificate shall be issued in pursuance of a resolution of the board. Board resolution പാസ്സാക്കിയതിനു ശേഷം മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ്, every share certificate shall be distinguished to it distinctive number. Next, the shares may be dematerialized form. ഇനി നമുക്കറിയാം എപ്പോഴും ഷെയർസ് എന്തായിരിക്കണം? നമ്പർ, അതായത് 1 തൊട്ട് 2, 1 തൊട്ട് 10, 10 തൊട്ട് 20 അങ്ങനെ നമ്പർ ആയിരിക്കണം. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ്. ഷെയർസ് മേ ബി ഇൻ ഡിമെറ്റീരിയലൈസ്ഡ് ഫോം ആയിരിക്കും. നെക്സ്റ്റ്, ഉറപ്പായിട്ടും ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് പാസ്സാക്കണം? റെസൊല്യൂഷൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഷെയർ സർട്ടിഫിക്കറ്റ് ഷാൽ ബി സൈൻഡ് ബൈ എ കമ്പനി സെക്രട്ടറിയാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഇഷ്യൂ ബൈ ദ കമ്പനി സെക്രട്ടറി. ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനി സെക്രട്ടറി അല്ല, ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ്, ഇതും എന്താണ് ചെറിയ രീതിയിൽ കൺഫ്യൂസിംഗ് ആണ്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ കൺഫ്യൂസിംഗ് ആയിരുന്നു. The 1% company gives an individual entrepreneurs all the benefits of. ഇവിടെ LLPയും ചെറിയ കൺഫ്യൂഷൻ ആണ്. കാരണം LLPയും കമ്പനി എന്നൊരു സംഭവം ഉണ്ടല്ലോ സാർ, പാർട്ട്ണർഷിപ്പിന്റെ ബെനിഫിറ്റ്സും കിട്ടൂല. അപ്പോൾ LLP ആയി, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പോൾ ഇവിടെ 1% കമ്പനി ശരിക്കും പറഞ്ഞാൽ എന്തിന്റെ അപ്ഗ്രഡേഷൻ ആണ്? 1% കമ്പനി എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ അപ്ഗ്രഡേഷൻ ആണ്. കറക്റ്റ് അല്ലേ? അപ്പൊ എന്ത് ഫോം അവർ കിട്ടുന്നത്? കോർപ്പറേറ്റ് ഫോമാണ് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? LLPക്കും കോർപ്പറേറ്റ് ഫോം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് 1% കമ്പനി എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ നെക്സ്റ്റ് ബെനിഫിറ്റ് ആണ്. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഉണ്ടായിരുന്ന കുറവുകളൊക്കെ എവിടെ നികത്തുന്നു? കമ്പനിയിൽ നികത്തുന്നു. അപ്പോൾ 1% കമ്പനിക്ക് എന്തിന് ബെനിഫിറ്റ് കിട്ടുന്നത്? ഒരു കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റും കിട്ടും. അതായത് 1% കമ്പനി ആണെങ്കിലും ഒരാൾ മാത്രമേ ഉള്ളെങ്കിലും അവിടെ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് രൂപത്തിലാണെങ്കിൽ പോലും they will get all the benefits what other companies are getting. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ 1% കമ്പനിക്ക് ഒരു കമ്പനി, ഇപ്പോൾ ഒരു പ്രൈവറ്റ് റിലയൻസിന്റെ ബെനിഫിറ്റ്സ് എല്ലാ ബെനിഫിറ്റ്സും കിട്ടും. ചില എക്സംഷൻസ് മാത്രം കൂടുതലുണ്ടെന്ന് മാത്രം, ഒന്നും കുറയില്ല. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ്, ഇതും കമ്പനീസ് ആക്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതും കമ്പനീസ് ആക്ട് ആയി, ഇതും കമ്പനീസ് ആക്ട് ആയി, ഇതുമായി. ഇപ്പൊ നെക്സ്റ്റ്, a poll demanded on any question shall be taken within. ഇപ്പോൾ ഇവിടെ പോൾ എന്ന് പറയുന്ന ഏത് കോൺസെപ്റ്റിനെയാണ്? മെത്തഡ് ഓഫ് വോട്ടിംഗ്. ഏതൊക്കെയുണ്ട്? നമ്മൾ 106 തൊട്ട് തുടങ്ങുന്നു, റെസ്ട്രിക്ഷൻ തൊട്ട് തുടങ്ങുന്നു, അതിനുശേഷം
ഷോയിങ് ഓഫ് ഹാൻഡ്സ് ഉണ്ട്, ഇലക്ട്രോണിക്കൽ വോട്ടിംഗ് ഉണ്ട്, ഡിമാൻഡ് ഫോർ പോൾ ഉണ്ട്, പോസ്റ്റൽ ബാലറ്റ് ഉണ്ട്. അപ്പൊ പോസ്റ്റൽ ബാലറ്റും അത് നമ്മളിവിടെ വരുന്നില്ല. ഡിമാൻഡ് ഫോർ പോൾ മാത്രം, ഇതിന് പോൾ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് മാത്രമാണ്. പോളും പോസ്റ്റൽ ബാലറ്റും കൺഫ്യൂഷൻ ആക്കല്ലേ. പോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഷോയിങ് ഓഫ് ഹാൻഡ്സിന്റെ നെക്സ്റ്റ് ലെവലാണ് പോളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പോളിംഗ് ചെയ്യുമ്പോൾ എന്താണ് വ്യത്യസ്തത? ഷോയിങ് ഓഫ് ഹാൻഡ്സിൽ ഒരിക്കലും നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ പേഴ്സൺ ആയിരിക്കും. പക്ഷെ പോളിംഗിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? വോട്ടിംഗ് കപ്പാസിറ്റി എത്രയാണോ അതിന്റെ അനുസരിച്ചാണ് തീരുമാനം മാറുന്നത്, റെസൊല്യൂഷൻ മാറുന്നത്. അപ്പൊ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നതും അഡ്ജൺ ചെയ്യുന്നതും, അതായത് ഒന്നാമത് ചെയർമാനെ അല്ലെങ്കിൽ ചെയർപേഴ്സണെ എന്താണ് അപ്പോയിന്റ് ചെയ്യുന്നതും, രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്ജൺ ചെയ്യുന്നതും, ഇത് മീറ്റിംഗ് അഡ്ജൺ ചെയ്യുന്നതും, ഈ രണ്ട് കാര്യങ്ങൾക്കും ഷോയിങ് ഓഫ് ഹാൻഡ്സ് വേണ്ട. നമുക്ക് പോളിംഗിലേക്ക് പോകാം എന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി. ഇപ്പൊ ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ചെയർമാനെ അപ്പോയിന്റ് ചെയ്യാൻ സംബന്ധമായിട്ടുള്ള പോളിംഗ് എപ്പോൾ കൺസിഡർ ചെയ്യണം? ഇമീഡിയറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ രണ്ട് കേസും അല്ലാത്ത സിനാരിയോയിൽ ഒരു പോൾ റിക്വസ്റ്റ് ചെയ്ത, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആര് ഡിമാൻഡ് ചെയ്യാം? മിനിമം ഇത്രയും ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, 5 lakh, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എത്ര മണിക്കൂറാണ് നിങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്ന മണിക്കൂർ ഏതൊക്കെയാ? കമ്പനീസ് ആക്ടിൽ നിങ്ങൾ 2 സ്ഥലത്തെ മണിക്കൂറുകൾ മെയിൻ ആയിട്ട് കാണുന്നുണ്ട്. ഒന്ന് പ്രോക്സി 48 hours, അടുത്ത പ്രാവശ്യം പ്രോക്സി ആയിരിക്കാം 48 hours. നെക്സ്റ്റ് ഇത് നമ്മൾ കണ്ടിട്ടില്ല, ഇത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഏതാ? 48 hours. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ചാൽ 2 മാർക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ മാർക്ക് കിട്ടില്ല. ഓക്കെ, സോറി, മാർക്ക് കിട്ടില്ല നമ്മൾ. ഓക്കെ, എത്ര മാർക്കായി? നമുക്കിപ്പോൾ 10, 20 മാർക്ക്. കഴിഞ്ഞ് 5 വർഷം കൂടെ പഠിച്ചാൽ നമുക്ക് 30 മാർക്ക് കിട്ടും. അപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ പോളിങ്ങിനുള്ള വ്യവസ്ഥകൾ ചെയ്യണം. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, പോൾ മേ ബി ഡിമാൻഡ്. നെക്സ്റ്റ്, ഇതും എന്താണ്? കമ്പനീസ് ആക്ട് തന്നെയാണ്. അണ്ടർ സെക്ഷൻ 251, who is not defined as a part of KMP. So definition of KMP. Next question. Okay, ആരൊക്കെയല്ല നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മാനേജർ, മാനേജിംഗ് ഡയറക്ടർ, CEO, CFO, ഹോൾ ടൈം ഡയറക്ടർ, കമ്പനി സെക്രട്ടറി. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഒബിയസ്ലി ആരാ? ഹു ഈസ് നോട്ട് എ KMP? സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഒരിക്കലും KMPയിൽ വരില്ല. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, if any inspection is refused or any copy required is not furnished within the specified time, the company shall be liable to a penalty of rupees 25,000. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന്. നമുക്കറിയാം, ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇൻസ്പെക്ഷൻ, അതായത് ബിസിനസ് അവേഴ്സിൽ അറ്റ്ലീസ്റ്റ് ഡെയിലി 2 hours എങ്കിലും എല്ലാ കമ്പനീസും എന്താണ് ആനുവൽ റിട്ടേൺസ്, മെമ്പേഴ്സിന്റെ രജിസ്റ്റേഴ്സ്, കാര്യങ്ങളെല്ലാം ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി പെർമിഷൻ കൊടുത്തിരിക്കണം. മാക്സിമം 50 rupees ആയിരിക്കും പെർ ഇൻസ്പെക്ഷൻ, മാക്സിമം റുപ്പീസ്. ഇനി ആർക്കെങ്കിലും അതിൻ്റെ എക്സ്ട്രാക്ട്സ് അല്ലെങ്കിൽ കോപ്പി വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. റിക്വസ്റ്റ് ചെയ്താൽ 7 daysനുള്ളിൽ എന്താണ് 7 daysനുള്ളിൽ കമ്പനി സപ്ലൈ ചെയ്യണം. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്? ഇൻസ്പെക്ഷൻ റെഫ്യൂസ് ചെയ്താൽ, കോപ്പി റിക്വയർ ചെയ്തത് കൊടുത്തിട്ടില്ലെങ്കിൽ 25,000 രൂപയാണ്. ഹൂസ് ലൈബിൾ? ദ കമ്പനീസ് പെനാൽറ്റി. ക്ലിയർ ആണോ? ഇത് ഏതാണ്? കോർപ്പറേറ്റ് ലോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം എന്താണ്, ഇതിപ്പോൾ ഇത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പെനാൽറ്റിയാണ്, നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം ഫർണിഷ് ചെയ്യുന്നത് റിപ്പീറ്റഡ്ലി പല സാഹചര്യങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല, തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ നമ്മൾ കുറച്ച് എന്താണ് പെനാൽറ്റീസ് മാക്സിമം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ 10 ആണോ 25 ആണോ? കാരണം 25 വരുന്നുണ്ട്, 50 വരുന്നുണ്ട്, 1,00,000 വരുന്നുണ്ട്, 10,000 വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ലോസിൽ കുറച്ചും കൂടെ കൂടുതൽ വരുന്നുണ്ട്. അപ്പം 20, 25, 50 കമ്പനീസ് ആക്ടിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എഴുതുന്നു, നമുക്ക് 2 മാർക്ക് കിട്ടുന്നു. കാരണം നമ്മൾക്ക് അറിയില്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നെക്സ്റ്റ്, ഇതും എന്താണ്? കമ്പനി ലോ സംബന്ധമായിട്ടാണ്. ഇതും കമ്പനി ലോ സംബന്ധമായിട്ട് തന്നെയായിരുന്നു. ഓക്കെ, which one of the following is not the criteria for the appointment of independent directors? നമുക്കറിയാം, ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? കമ്പനിയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഇൻഡിപെൻഡന്റ് ആൾക്കാർ. ഓക്കെ, he shall not be a promoter. ഉറപ്പായിട്ടും പ്രൊമോട്ടർ ആയിരിക്കാൻ പാടില്ല. he shall relate to the promoters, അതായത് he must be a relative of the promoter. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, he shall not have any peculiar relation with the company or their promoters or the directors during the 2 immediately preceding financial year and the current financial year. Correct ആണ്.
His relatives have not held any pecuniary relation with the company according to 2% or more gross turnover. ഇതെല്ലാം വളരെ കൃത്യമാണ്. അപ്പോൾ എവിടെയാണ് ഇതാണ് അല്ലേ, ഹി മസ്റ്റ് ബി എ റിലേറ്റീവ് ഓഫ് ദ പ്രൊമോട്ടർ. പടക്കില്ല. ഓക്കെ, അതെന്താണ് ഒരിക്കലും നമുക്ക് എന്താണ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൊമോട്ടർ ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊമോട്ടറിന്റെ റിലേറ്റീവ് ആയിരിക്കണം, ഷാൽ മാൻഡേറ്ററി ആയിരിക്കണം. അതൊക്കെ ഒരിക്കലും നമുക്ക് എന്താണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാവുന്ന, അതിപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒന്നും തന്നെ അറിയത്തില്ലെങ്കിൽ പോലും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആരാന്നുള്ള പൂർണ്ണ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രൊമോട്ടറിന്റെ റിലേറ്റീവ് ആയിരിക്കണം ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. അബ്സല്യൂട്ട് എന്താണ് റിലവൻറ്റ് ഓപ്ഷൻ ആണ്. സോ ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ റൈറ്റ് ആൻസർ. യു വിൽ ഗെറ്റ് 2 മാർക്സ്. ഓക്കെ, നെക്സ്റ്റ് എത്തിക്സ് ആണ്. അവസാനത്തെ 2 ക്വസ്റ്റ്യൻ മോസ്റ്റ് പ്രൊബാബിലി കേസസിൽ എത്തിക്സ് തന്നെയായിരിക്കും 4 മാർക്കിൻ്റെ. ഓൾമോസ്റ്റ് എവറി കമ്പനി നൗ ഹാസ് എ ബിസിനസ് എത്തിക് പ്രോഗ്രാം, മോസ്റ്റ്ലി ബിക്കോസ് ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വി ഹാവ് മെയ്ഡ് ഇറ്റ് ഈസിയർ ടു ഐഡന്റിഫൈ ആൻഡ് പബ്ലിസൈസ്. അതായത് ബിസിനസ് എത്തിക്സ് എല്ലാവർക്കും തന്നെ ഉണ്ട്, എല്ലാ കമ്പനീസ് ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ബെനിഫിറ്റ് ആവുക, എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? മോറൽ ഡ്യൂട്ടീസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? എത്തിക്കൽ മിസ്സ്റ്റെപ്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബിഹേവിയർ, കോർപ്പറേറ്റ് ഡ്യൂട്ടീസ്. അപ്പം മോറൽ ഡ്യൂട്ടീസും കോർപ്പറേറ്റ് ഡ്യൂട്ടീസും രണ്ടും വരുന്നത് കൊണ്ട്, കാരണം രണ്ടും എന്താണ് കമ്പനിയിലുള്ള കാര്യം തന്നെയാണ്. കാരണം എത്തിക്സ് മൊറാലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരിക്കലും ആൻസർ ആയിട്ട് വരില്ല, കാരണം ഇവിടെ ഓൾ ഓഫ് ദി എബോവ് ഒന്നും സംഭവമില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇതായിരിക്കാം അല്ലെങ്കിൽ ഇതായിരിക്കാം. കോർപ്പറേറ്റ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ഒരു കോർപ്പറേറ്റിൻ്റെ ഡ്യൂട്ടി, CSR കാര്യങ്ങളെല്ലാം വരും. അത് തന്നെയാണ് അവരുടെ ബിഹേവിയറും. കറക്റ്റ് അല്ലേ? കോർപ്പറേറ്റ് ബിഹേവിയർ ആണ് കോർപ്പറേറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ദിസ് ടു ആർ റിലേറ്റഡ്. നമ്മൾ പറയത്തില്ലേ, നമ്മൾ നിങ്ങൾക്കുമാകാം കോടീശ്വരിൽ നമ്മൾ എപ്പോഴും എന്താണ് സാധ്യതയില്ലാത്ത ആൻസേഴ്സ് നമ്മൾ എപ്പോഴും ആദ്യമേ എടുത്തു കളയും. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ 4ാമത്തെ നമുക്ക് ഓൾ ഓഫ് ദി എബോവ് ഇല്ലാത്തതുകൊണ്ട് രണ്ടും വരില്ല, അല്ലെങ്കിൽ രണ്ടും ശരിയാണ്. ഓക്കെ, കോർപ്പറേറ്റ് ബിഹേവിയർ ഓൾ ഓഫ് ദി എബോവ് നമുക്ക് ഓൾ ഓഫ് ദി എബോവ് എന്നിടായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്തിക്സിൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് ആവുക? അവിടെ നമുക്ക് എപ്പോഴും നമ്മളിപ്പോൾ എന്താണ് നമ്മളെപ്പോഴും ഓൺലൈനിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വേർഡിൽ ടൈപ്പ് ചെയ്യാമെന്ന് വെച്ചോ, വേർഡിൽ ടൈപ്പ് ചെയ്യുന്നതും സാധാരണ എഴുതുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൂഫ് റീഡിങ്ങിനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഓൺലൈനിൽ. കാരണം എന്താണ്, നമ്മുടെ സ്പെല്ലിംഗ് എററൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എവിടെയൊക്കെ എന്തൊക്കെ സ്പെല്ലിംഗ് എററുണ്ട്, എന്താണ് നമ്മൾ റീഫ്രേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ്, കാര്യങ്ങൾ എന്താണ്, ഫ്രേസിലുള്ള വ്യത്യാസങ്ങൾ, മീനിങ്ങിലുള്ള വ്യത്യാസങ്ങൾ, ഗ്രാമറിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ സംഭവിക്കുക, നമ്മുടെ മിസ്റ്റേക്കുകൾ എന്താണ് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഇറ്റ് മീൻസ് എത്തിക്കൽ മിസ്റ്റെപ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ലൊരു ഡിജിറ്റൽ സിസ്റ്റം ഉള്ളൊരു കമ്പനിയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹെൽത്ത് കെയർ എടുക്കാം. നല്ലൊരു ഡിജിറ്റൽ സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പേഷ്യൻസിൻ്റെ ഡാറ്റയൊക്കെ ലീക്കേജ് ആകും നമുക്ക് തടയാൻ പറ്റും. ഹൗ ടു കീപ്പ് എന്ന് ലീക്ക് ആവുന്നുണ്ടോ, എറർ ആവുന്നുണ്ടോ, അൺഓത്തറൈസ്ഡ് ആക്സസ് ആകുന്നുണ്ടോ. സോ നമുക്ക് ഈസിലി എന്താണ് എത്തിക്കൽ മിസ്റ്റെപ്സ്, എവിടെയൊക്കെ നമ്മൾ എത്തിക്സ് ചെയ്യുന്നില്ല എന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഡാറ്റ ഡിജിറ്റലൈസേഷൻ ഇല്ലെങ്കിൽ ആരെന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മളെല്ലാം കമ്പ്യൂട്ടറിലാണ്, ആരൊക്കെ ആക്സസ് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. സോ എത്തിക്കൽ മിസ്റ്റെപ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ എത്തിക്സിന് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾ ചാപ്റ്റർ എല്ലാം വായിക്കണം. കാരണം എവിടെ നിന്നാണ് എന്താണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇടുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം എത്തിക്സിനുണ്ട്. അവിടെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നും തന്നെ ഇല്ല, നോട്ട് ചെയ്ത് നോക്കുക. പിന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എത്തിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും, ഒരു ലൈൻ വിടും, അത് നമ്മൾ എഴുതണം. അതാണ് ഇപ്പോൾ നെക്സ്റ്റ് നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ പ്രോപ്പർ ഫൗണ്ടേഷൻ ഓഫ് എത്തിക്സ് റിക്വയർസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇട്ടാലും ശരിയാണ്, ലൈഫ് ഇട്ടാലും ശരിയാണ്, സ്പീച്ച് എന്ന് പറഞ്ഞ സംഭവം വരില്ല. പക്ഷെ എന്താണ് ഈ മൂന്നിനും എന്താണ് റിലേഷൻ ഉണ്ട്, വിച്ച് ഓൾ ദി ഗോൾസ് ആൻഡ് ആക്ഷൻസ് ക്യാൻ ബി കമ്പയർഡ് ടു. അപ്പോൾ എത്തിക്സിൻ്റെ ഫൗണ്ടേഷൻ നമുക്കറിയാം എന്താണ്, എത്തിക്സ് ഇസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ആണ് അല്ലേ. എത്തിക്സ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. പക്ഷെ അതിനൊക്കെ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കറക്റ്റ് ആണ്. സെൻറ്റൻസ് വെച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനേക്കാളും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ഇതൊക്കെ എന്താണ് നമുക്ക് ഒരുപക്ഷെ ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് എന്താണ് തട്ടിവിടാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആൻസർ എഴുതുമ്പോൾ എത്തിക്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്തിക്സിൽ എന്താണ് എവിടെയൊക്കെ എന്തെങ്കിലും നല്ല നല്ല സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ്. സോ a proper foundation of ethics requires a standard of values. കാരണം എത്തിക്സിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വാല്യൂസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 2 മാർക്ക് കിട്ടി, ഇവിടെ 2 മാർക്ക് കിട്ടി. നമുക്ക് 30 മാർക്കിൽ
നമുക്കിപ്പോൾ 30 മാർക്ക് കിട്ടാൻ നമ്മളായിട്ടില്ല. നമുക്ക് എന്തായാലും ഒരു 20 മാർക്ക് പ്ലസ് നമ്മൾക്ക് എന്തായാലും കിട്ടും. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത സീരീസ് ഒക്കെ നമ്മൾ വരുന്നുണ്ട്, അത് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CMA ഇന്റർ ജൂൺ ലോ എക്സാമിനേഷൻ എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിത് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നല്ല നല്ല വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത സീരീസിൽ കാണാം. ബൈ.